അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 4-ാം ക്ലാസ്സിലെ 2022-23 വർഷങ്ങളിൽ നടന്ന തിലാവത്തുൽ ഖുർആൻ, ഹിഫ്ളുൽ ഖുർആൻ അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറുകളാണ് നമ്മൾ നോക്കുന്നത്. ഹിഫ്ളുൽ ഖുർആൻ പഠിക്കാനുള്ള ഭാഗങ്ങൾ നമ്മുടെ തജ്വീദുൽ ഖുർആൻ്റെ ബാക്ക് സൈഡിൽ ഹിഫ്ള് എന്ന് പറഞ്ഞിട്ട് പ്രത്യേകം കൊടുത്തിട്ടുണ്ട്. ആ ഭാഗങ്ങളിൽ നോക്കിയിട്ട് കൃത്യമായിട്ട് അത് പഠിച്ചിരിക്കണം. 2022 നടന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ നോക്കി ഓതാനുള്ളത് സൂറത്തുൽ അഹ്ഖാഫിലെ 1 മുതൽ 7 ആയത്തുകളാണ് ഓതാനുള്ളത്. നോക്കി ഓതാനുള്ള ഭാഗങ്ങൾ എവിടെ നിന്നും വന്നേക്കാം, നമ്മൾ പഠിച്ച ഭാഗങ്ങളിൽ നിന്നൊക്കെ വരാൻ സാധ്യതയുണ്ട്. ഇനി ഹിഫ്ളുൽ ഖുർആൻ നോക്കുകയാണെങ്കിൽ ഒന്നാമത്തത് സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅ്ല അല്ലദീ ഖലഖ ഫസവ്വ, സൂറത്തുൽ അഅ്ല അതിൽ നിന്നാണ് ചോദിച്ചിട്ടുള്ളത്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇടഭാഗങ്ങളിൽ നിന്ന് ചോദ്യങ്ങൾ വരും, അത് ശ്രദ്ധിക്കണം. ഓതാൻ അറിയില്ല, തലഭാഗം കിട്ടാത്തതിൻ്റെ പേരിൽ ഓതാതെ പോകരുത്. ചിലപ്പോൾ ആ സൂറത്ത് ഏതാന്ന് ഉസ്താദുമാരോട് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ സൂറത്തിൻ്റെ ബാക്കി പഠിച്ചവനാണെന്നുണ്ടെങ്കിൽ അത് ഓർമ്മ വരും. അപ്പോൾ അഥവാ കിട്ടിയിട്ടില്ലെങ്കിൽ ആ സൂറത്ത് ഏതാന്ന് ചോദിച്ചു നോക്കിയാൽ മതി, അപ്പോൾ ഉസ്താദുമാർ പറഞ്ഞുതരും. ഇനി രണ്ടാമത്തതിൽ വന്നിട്ടുള്ളത് ആമനർ റസൂലു ബിമാ ഉൻസില ഇലൈഹി മിർ റബ്ബിഹി, അങ്ങനെ ഇലൈക്കൽ മസീർ വരെ ഓതി കൊടുക്കാനുള്ളതാണ്. തജ്വീദിൻ്റെ ബാക്ക് സൈഡിലുള്ളതാണ് ഇതൊക്കെ. അടുത്ത ഹൽ അതാക ഹദീസുൽ ഗാശിയ വുജൂഹുൻ യൗമഇദിൻ ഖാശിയ, സൂറത്തുൽ ഗാശിയ അതിൽ നിന്നുള്ള ചോദ്യമാണ്. അടുത്ത ഖദ് അഫ്ലഹ മൻ തസക്ക വദക്കറ ഇസ്മ റബ്ബിഹി ഫസല്ല, സൂറത്തുൽ ആല നമ്മളെ സബ്ബിഹിസ്മ സൂറത്ത് എന്ന ഒന്നാണത്. ഇനി അടുത്തത് ഫദക്കിർ ഇന്നമാ അൻത മുദക്കിർ ലസ്ത അലൈഹിം ബിമുസൈത്തിൻ, സൂറത്തുൽ ഗാശിയ ഹൽ അതാക ഹദീസുൽ ഗാശിയ എന്നുള്ള സൂറത്തിൽ നിന്നുള്ള ചോദ്യമാണ്. അടുത്തത് റബ്ബന വലാ തഹ്മിൽ അലൈന, ആമന റസൂലുള്ളതാണ്. റബ്ബന വലാ തഹ്മിൽ അലൈന ഇസ്റൻ കമാ ഹമൽതുഹു അലല്ലദീന മിൻ ഖബ്ലിന എന്ന് പറയുന്ന ഭാഗം സൂറത്തുൽ ബഖറ എന്നാണ് ആമന റസൂൽ എന്നുള്ള ഭാഗമാണത്, അത് ശ്രദ്ധിക്കുക. അടുത്ത ആയത്തുൽ കുർസിയാണ്. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം, അതിൻ്റെ അവസാനം വരെ ഓതി കൊടുക്കണം. ഇനി എട്ടാമത്തത് നിസ്കാര ശേഷം ചൊല്ലേണ്ട ദിക്ർ, അതേതാണ്? അല്ലാഹുമ്മ അവിടെ കൊടുത്തിട്ടുണ്ട്. അല്ലാഹുമ്മ അന്തസ്സലാം ഒമിൻകസ്സലാം എന്ന് തുടങ്ങുന്ന ദിക്ർ യാദുൽ ജലാലി വൽ ഇക്റാം വരെ ചൊല്ലിക്കൊടുക്കണം. അടുത്തത് സുബഹിക്കും മഗ്രിബിനും ശേഷം പ്രത്യേകം ചൊല്ലേണ്ട ദിക്ർ നമ്മുടെ പാഠത്തിൽ പറഞ്ഞിട്ടുണ്ട്. സുബഹിക്കും അതുപോലെ തന്നെ മഗ്രിബിനും ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് 10 തവണയും, പിന്നെ അല്ലാഹുമ്മ അജിർനി മിനന്നാർ എന്നുള്ളത് 7 തവണയും. ആ 2 ദിക്റാണ് അവിടെ പ്രത്യേകമായിട്ട് ചോദിച്ചിട്ടുള്ളത്, അതാണ് അവിടെ ചൊല്ലിക്കൊടുക്കേണ്ടത്. ഇനി 10ാമത്തേത് റജബ് മുതൽ റമദാൻ വരെ ചെയ്യേണ്ട ദുആ. ഏത് ദുആ പറഞ്ഞിട്ടുള്ളത്? പാഠത്തിൽ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാൻ വബല്ലിഗ്നാ റമദാൻ എന്ന് പറയുന്ന ആ ദുആയാണ്. അതും കൃത്യമായിട്ട് കാണാതെ പഠിച്ച് വെക്കണം. ഇനി 2023 കടന്നാൽ നോക്കി ഓതാനുള്ള ഭാഗം സൂറത്ത് ദുഖാനിലെ 1 മുതൽ 10 വരെയുള്ള ആയത്തുകളാണ് കൊടുത്തിട്ടുള്ളത്. അത് മുൻകാലങ്ങളിൽ പഠിച്ച തജ്വീദ് നിയമങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടായിരിക്കണം പാരായണം ചെയ്യേണ്ടത്. ഇനി ഹിഫ്ളുൽ ഖുർആനിലേക്ക് കടന്നാൽ ഒന്നാമത്തേത് സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅ്ല, സൂറത്തുൽ അഅ്ല തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്. അതിൽ രണ്ടാമത്തെ ഹൽ അതാക ഹദീസുൽ ഗാശിയ, സൂറത്തുൽ ഗാശിയ നമുക്ക് കാണാൻ പഠിച്ച സൂറത്താണ്, അതാണ് ഓതേണ്ടത്. മൂന്നാമതായിട്ട് അഫലാ യൻളുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത് വഇലസ് സമാഇ കൈഫ റുഫിഅത് എന്ന് പറയുന്ന സൂറത്തുൽ ഗാശിയയിൽ നിന്ന് ഇടയിൽ നിന്നുള്ള ചോദ്യമാണ്, ശ്രദ്ധിക്കണം. അടുത്തത് ഖദ് അഫ്ലഹ മൻ തസക്ക വദക്കറ ഇസ്മ റബ്ബിഹി ഫസല്ല, അങ്ങനെ ഓതിയിട്ട് മൂസ വരെ ഓതി കൊടുക്കണം. സൂറത്തുൽ അഅ്ല സബ്ബിഹിസ്മ സൂറത്താണത്. അടുത്ത ആയത്തുൽ കുർസിയാണ്. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം, ലാസ്റ്റ് വരെ അത് ഓതി കൊടുക്കണം. ഇനി അടുത്തത് ആമനർ റസൂലു ബിമാ ഉൻസില ഇലൈഹി മിർ റബ്ബിഹി, ആ ആമനർ റസൂലാണ് ചോദിച്ചിട്ടുള്ളത് സൂറത്തുൽ ബഖറയിലെ, അപ്പോൾ അത് ഓതി കൊടുക്കുക. അടുത്ത സൂറത്തുൽ ബഖറയിൽ നിന്ന് റബ്ബന വലാ തഹ്മിൽ അലൈന ഇസ്റൻ കമാ ഹമൽതഹു അലല്ലദീന മിൻ ഖബ്ലിന, ആമൻ റസൂലിൻ്റെ മറ്റൊരു ഭാഗം ബാക്കി ഭാഗമാണ് സൂറത്തുൽ ബഖറ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കാണാതെ പഠിക്കണം കൃത്യമായിട്ട്.
ഇനി അടുത്തത് അല്ലാഹുമ്മ ലാ മാനിഅ ഡാഷ് മിൻകൽ ജദ്. അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅ്തൈത വലാ മുഅ്തിയ ലിമാ മനഅത വലാ റാദ്ദ ലിമാ ഖളൈത വലാ മുബദ്ദില ലിമാ ഹക്കംത വലാ യൻഫഉ ദൽ ജദ്ദി മിൻകൽ ജദ്. ആ ദിക്റ് നിസ്കാരത്തിന് ശേഷം ചൊല്ലേണ്ട ദിക്റാണ്. അത് ഫിഖ്ഹിൽ നോക്കി നമ്മളെ തജ്വീദുൽ ഖുർആനിലുണ്ടാകും, അവിടെ നോക്കിയിട്ട് അത് കാണാതെ പഠിക്കുക. സുബഹിക്കും മഗ്രിബിന് ശേഷം പ്രത്യേകം ചൊല്ലേണ്ട ദിക്ർ അത് നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ പറഞ്ഞു തന്നെ. അടുത്തത് റജബ് മുതൽ റമദാൻ വരെ ചെയ്യേണ്ട പ്രത്യേക ദുആ. അത് രണ്ടും നമ്മൾ 2022 ചോദിച്ച ചോദ്യം തന്നെയാണ്. അപ്പോൾ ആ ചോദ്യങ്ങൾ നിസ്കാരത്തിന് ശേഷമുള്ള ദിക്റുകൾ പഠിച്ചു വെക്കണം. അതുപോലെ തന്നെ റജബ് മുതൽ ദുആ ചെയ്യാനുള്ള ആ ദുആ പഠിച്ചു വെക്കണം. മഗ്രിബിലും സുബഹിക്കും ശേഷം പ്രത്യേകം ചൊല്ലേണ്ട ആ ദിക്ർ പഠിച്ചു വെക്കുക. ഇത്രയും കാര്യങ്ങളാണ് ഈ 2 വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് എല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കി ഹിഫ്ദുൽ ഖുർആൻ്റെ എല്ലാ ഭാഗങ്ങളും മനഃപ്പാഠമാക്കി വെക്കുക. അപ്പോൾ പഠിച്ചതൊക്കെ ഓർമ്മയിൽ വരണം. അതിനുള്ള ഓർമ്മ ശക്തി അല്ലാഹു തആല നമുക്ക് നൽകുമാറാകട്ടെ. നല്ല ഹിഫ്ദും ഫഹ്മും അല്ലാഹു തആല നൽകുമാറാകട്ടെ. എല്ലാ പരീക്ഷണങ്ങളിലും അല്ലാഹു തആല ഉന്നത വിജയം നൽകുമാറാകട്ടെ. നമ്മുടെ എല്ലാ പ്രയാസങ്ങളും അല്ലാഹു തആല നീക്കിത്തരട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.